എന്തുകൊണ്ടാണ് ദൈവം ഒരു മരപ്പണിക്കാരനെ തിരഞ്ഞെടുത്ത് ലോകരക്ഷകനായ ക്രിസ്തുവിന്റെ വളർത്തുപിതാവാക്കിയത്? ദൈവത്തിന് വേണമെങ്കിൽ ഒരു രാജാവിനെ തിരഞ്ഞെടുക്കാമായിരുന്നു, ഒരു മഹാപുരോഹിതനെ തിരഞ്ഞെടുക്കാമായിരുന്നു, എന്തിന് ഇസ്രായേലിലെ തന്നെ ശക്തനായ ഒരു മനുഷ്യനെ തന്നെ തിരഞ്ഞെടുക്കാമായിരുന്നു. പകരം ദൈവം തിരഞ്ഞെടുത്തത് ജോസഫിനെയാണ്. നസറത്തിലെ ഒരു സാധാരണ മരപ്പണിക്കാരൻ, ഒരിക്കലും പ്രസംഗിച്ചിട്ടില്ലാത്ത, അത്ഭുതമൊന്നും പ്രവർത്തിക്കാത്ത, സുവിശേഷത്തിൽ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ. പിന്നെന്തുകൊണ്ട് ജോസഫ്? കാരണം വിശുദ്ധ യോസേപ്പ് പിതാവിന് ഒരു വിശ്വസ്ത ഹൃദയമുണ്ടായിരുന്നു. അധികം സംസാരിക്കാതെ സ്നേഹിച്ച ഹൃദയം, സംശയിക്കാതെ വിശ്വസിച്ച ഹൃദയം. അദ്ദേഹം മരുഭൂമിയിലൂടെ നടന്ന് വിദേശ രാജ്യങ്ങളിൽ ഒളിച്ച് മരപ്പണി ചെയ്ത് ദൈവത്തിനെ സംരക്ഷിച്ച് വളർത്തി വലുതാക്കിയ പിതാവാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കരഘോഷങ്ങളില്ല, അംഗീകാരങ്ങളില്ല, മറിച്ച് വിശ്വാസം മാത്രം, ഒപ്പം സ്നേഹവും. ഉറങ്ങുമ്പോൾ പോലും ശ്രവിക്കുന്ന വിശുദ്ധനാണ് യോസേപ്പ് പിതാവ്. അതുകൊണ്ട് നിങ്ങൾ അസ്വസ്ഥരാണെങ്കിൽ, ദുഃഖിതരാണെങ്കിൽ, ജീവിതത്തിൽ അനിശ്ചിതത്വം അനുഭവപ്പെടുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണം.